അവന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് ഒരു ദീർഘഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് വായിച്ചത്. പറയുന്നത് നിങ്ങൾ അല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു എന്തുദ്ദേശത്തിലാണ് ഈ ദൈവജനം പറഞ്ഞു എന്നുള്ളത് സ്തോത്രം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 16 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിഷ്യന്മാർക്ക് വരുന്ന പ്രതികൂലങ്ങളെ കുറിച്ച് യേശു അവരോട് പറയുക. അത്യാവശ്യം 10-16 വായിക്കാം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. യേശു ശിഷ്യന്മാരെ തന്റെ വേലയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, തന്റെ ദൗത്യം നിറവേറുവാൻ വേണ്ടി അയച്ചപ്പോൾ ലോകത്തിൽ നോക്കിയ യേശു പറയുക, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആടിന്റെ ശത്രുവാണ് ചെന്നായ എന്ന് പറയുന്നത്. സ്തോത്രം. ചെന്നായുടെ സ്വഭാവം ആടിനെ ഭക്ഷണമാക്കുക എന്നുള്ളതാണ്. പ്രൈസ്. ഇത് തന്നെയാണ് ഈ ലോകം എന്ന് പറഞ്ഞൊരു ചെന്നായോട് സമീപിച്ചുകൊണ്ട്, ചെന്നായോട് മുമ്പെടുത്തിക്കൊണ്ട് യേശു പറയാണ്, ഈ ലോകത്തിന്റെ നടുവിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ, ചെന്നായ്ക്ക നടുവിലേക്ക് അയക്കുമ്പോൾ, അല്ലേലൂയ, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. അല്ലേലൂയ. പ്രൈസ്. ഇപ്പൊ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ധാരാളം മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലേലൂയ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഹല്ലേലൂയ. അത് അവർക്ക് ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. അപ്പൊ ന്യായാധിപന്മാരുടെ മുമ്പിലും ജാതികളുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും ഒക്കെ ദൈവസഭയെ, ദൈവമക്കളെ ക്രൂരമായി ഉപദ്രവിച്ചും പീഡിപ്പിച്ചും അവരെ കൊണ്ടുപോയി നിർത്തുമ്പോൾ അവർക്ക് പറയുവാനുള്ളത് പരിശുദ്ധാത്മാവ് നൽകി തരുമെന്ന് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ദൂതാണ്. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാട്ട് ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടി പിടിക്കുന്ന, ക്രൈസ്തവ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ചെന്നായ്ക്കളുടെ കൂട്ടമുണ്ട്. തീവ്രവാദികളായിട്ട്, ഭീകരവാദികളായിട്ട്, വർഗീയവാദികളായിട്ട്. അല്ലേലൂയ. അവരങ്ങും ഗാണ്ടയിലും, അല്ലെങ്കിൽ അങ്ങ് നൈജീരിയയിലും, സിറിയയിലും, സുഡാനിലും, ഗാസയിലും, പലസ്തീനിലും, അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിലും, ബംഗ്ലാദേശിലും, അഫ്ഗാനിസ്ഥാനിലും, പാകിസ്ഥാനിലും ഒക്കെ, ഇന്തോനേഷ്യയിലും ഒക്കെ മതനിരോധന നിയമപ്രകാരം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവന്ന് മതനിന്ദ ചുമത്തി അനേക കർത്താവിന്റെ ശിഷ്യന്മാരെ, ക്രൈസ്തവ സമൂഹത്തെ കാരണം കൂടാതെ പിടിച്ചു കെട്ടി തല്ലി അടിച്ചുപദ്രവിച്ച് കൊന്ന് അല്ലയ്യ കളയുന്നൊരു കാലഘട്ടമാണ്. കൂടാതെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിമിത്തം അല്ലയ്യ, ആമേ സ്തോത്രം, അല്ലയ്യ, അവർ നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ജാതികൾക്ക് അതൊരു സാക്ഷ്യമായി അട്ടഹസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവസഭ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്ന ലിയോ 14 മാർപ്പാപ്പ ആ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുക, ക്രൈസ്തവ വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കണം പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഐക്യതയിലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാർത്ത വളരെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതരപ്പെട്ട ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിന്ന് മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചാൽ, മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ, ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ എതിരെ പ്രവർത്തിക്കുന്ന ചെന്നായ്ക്കളുടെ കൂട്ടത്തെ ദൈവം തൊടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
അപ്പം ദൈവസഭയുടെ ശത്രുവാനാണ്, ക്രൈസ്തവ സമൂഹത്തിന്റെ ശത്രുവാനാണ് ചെന്നായ്ക്കളാണ്. അല്ലേരിയ. ഈ ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് ദൈവസഭയെ തകർക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകം പറയുന്നത് കേട്ടോ. പ്രൈസലോ. അതുകൊണ്ട് ഞങ്ങൾക്കിത് തന്റേടത്തോടെ പ്രസംഗിക്കാൻ കഴിയും, രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് നിന്ദിക്കുകയും അപമാനിക്കുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കള്ള കേസുകൾ ഉണ്ടാക്കി നിങ്ങളെ ജയിലിലടയ്ക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങളെ ഉപദ്രവിച്ച് മാരകമായി ക്രൂരമായ പീഡനത്തിലൂടെ കടത്തിവിടുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട. അവരുടെ മുമ്പിൽ പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന പിതാവിന്റെ ആത്മാവ് നിങ്ങൾക്ക് സമയത്ത് പറയുവാൻ ഉത്തരം തരും. അപ്പം ദൈവമക്കൾ പ്രത്യാശയുള്ളവരായിരിക്കണം, രക്തം ചെയ്യും. ഈ വചനം വായിക്കുമ്പോൾ സ്തോത്രം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം എന്റെ 16 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അല്ലേരിയ. അപ്പൊ ശിഷ്യന്മാർക്ക് വരാനിരിക്കുന്ന ഉപദ്രവങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചത്. അല്ലേരിയ. 21-ാം വാക്യത്തിൽ കർത്താവ് നിമിത്തം ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതുകൊണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ നിന്നതുകൊണ്ട്, ക്രൈസ്തവ ജനിച്ചതുകൊണ്ട് അനവധി പീഡകളിലൂടെ ദൈവസഭ കഴിഞ്ഞ 2025 വർഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ ഹെരോദാവ് യേശുവിനെ ഒടുക്കിക്കളയുവാൻ ശ്രമിച്ചു. പക്ഷേ ഹെരോദാവിന്റെ പദ്ധതികൾ മുഴുവൻ പൊളിഞ്ഞ് തരിപ്പണമായി. ഇന്ന് ഹെരോദാവ് ഈ ഉലകത്തിലില്ല. അതിനുശേഷമായി അനവധി ചക്രവർത്തിമാർ, നീറോയും ട്രാജനും ഡൊമീഷ്യനും അടക്കമുള്ള അനവധി ചക്രവർത്തിമാർ എഴുന്നേറ്റു. ആദിമ സഭയുടെ കാലഘട്ടങ്ങളിൽ ചെന്നായ്ക്കൾ വലിയ കൂട്ടം തന്നെ ദൈവസഭയെ ഉപദ്രവിച്ചു. പക്ഷേ ആ ചെന്നായ്ക്കളുടെ കൂട്ടങ്ങളൊന്നും ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഓർക്കണം. പ്രൈസലോ. അതേപോലൊക്കെ തന്നെയാണ് ദൈവസഭ കർത്താവായ യേശുക്രിസ്തുവിനെ സ്ഥാപിതമായത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ദൈവം 120 മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഉടലെടുത്ത ദൈവത്തിന്റെ സഭ. പലരും വേറെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പെന്തക്കോസ്ത് നാളിൽ ഉടലെടുത്ത സഭ വേറെയാണ്. അല്ല, പെന്തക്കോസ്ത് നാൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 തൊട്ട് വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയടക്കം 120 പേർ കൂടിയിരുന്ന് ആരാധിച്ച മാളികമുറിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവർ ഓരോരുത്തരും പതിഞ്ഞ് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവം അവർക്ക് കർത്താവ് യേശുക്രിസ്തു അവർക്ക് ആത്മനിയോഗങ്ങൾ കൊടുത്തു. ആ നിയോഗപ്രകാരം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ദൈവസഭയെ, ആ ദൈവജനത്തെ തകർക്കുവാൻ ശത്രു കഴിഞ്ഞ കാലങ്ങളായി പല പദ്ധതികളും ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് പറയുക, അവസാനത്തോടെ സഹിച്ചു നിൽക്കാൻ രക്ഷിക്കപ്പെടും. അതേ പ്രിയ സ്നേഹിത, കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട് അല്ലേറിയ ഉപദ്രവങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പഠിച്ചാലും ഇത് തന്നെ കാണാൻ കഴിയും. മോശെ എന്ന് പറയുന്ന ദൈവസ്വതനായിരിക്കുന്ന പൈതലിനെ കൊന്നുകളയുവാൻ ഫറവോന് സൈന്യവും പദ്ധതിയിട്ടപ്പോഴും അല്ലേറിയ ആ മോശയെ സംരക്ഷിച്ചൊരു ദൈവമുണ്ട്. അല്ലേലുയ. അതുകൊണ്ട് ദൈവസഭയുടെ സംരക്ഷകൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, അധികാരികളെല്ലാം ദൈവസഭയെ കാത്തു സൂക്ഷിക്കുന്നത് ഇവിടുത്തെ നിയമങ്ങളല്ല. ദൈവസഭയുടെ സംരക്ഷകൻ, ദൈവസഭയുടെ ഉദ്ധാരകൻ, ദൈവസഭയുടെ കാവൽക്കാരൻ, ദൈവസഭയ്ക്ക് സംരക്ഷണം നൽകുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. തന്റെ ജനത്തെ തൊടുന്നവനെ, തന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നുവെന്നാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2:7 രേഖപ്പെടുത്തുന്നത്. അവൻ നമുക്ക് തീമതിലും കോട്ടയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിനെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ കണ്ട് നിങ്ങൾ പതറിപ്പോകരുത്. വിശ്വാസത്താൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു പറയുക, ചെന്നായി കിടന്നതിൽ ഞാൻ നിങ്ങളെ ആടുകളെ പോലെ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അപ്പൊ ഇവിടെ ദൈവവചനം പറയുമ്പോൾ പിതാവിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ മുമ്പിലും നാടുവാഴികളുടെ മുമ്പിലും നിൽക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടതെന്ന് വിചാരപ്പെടരുത്. പറവാനുള്ളത് ആ നാഴിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളെല്ലാം, നിങ്ങൾ പറയുന്ന പിതാവിന്റെ ആത്മാവ് എത്രയെന്ന് പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നമ്മോട് പറയുകയാണ്. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊറ്റ പ്രത്യാശയുള്ളത് കേട്ടോ, കർത്താവായ യേശുക്രിസ്തു. നമുക്കധികം പ്രത്യാശയില്ല. ഹല്ലേലൂയ.
നമുക്ക് ഈ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ച് തന്റെ അധീനതയിലാണെന്നെല്ലാം പറഞ്ഞ് താൻ തന്നെ രാജാവായ ശ്രമിച്ചതുപോലെ നമ്മൾ ഈ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ജനിച്ചവരല്ല. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ എത്തുവാൻ നമ്മൾ അതിനെ വെട്ടിപ്പിടിക്കുവാനല്ല നമ്മുടെ ആഗ്രഹം. ഹല്ലേലൂയ. കളവിലൂടെ, വഞ്ചനയിലൂടെ, ചതിവിലൂടെ, പിടിച്ചുപറിയുടെ, മോഷണത്തിലൂടെ, അഴിമതിയുടെ, കരിഞ്ചത്തിലൂടെ, ആമീൻ എന്നുവേണ്ട സകല വ്യാജത്തിലൂടെയും അവിഹിതമായ രീതിയിൽ പണമുണ്ടാക്കി പണത്തിൻ്റെ കിടന്നുറങ്ങുക എന്നുള്ളതുമല്ല നമ്മുടെ പദ്ധതി. ഹല്ലേലൂയ. ആമേൻ. നാടിനും വീടിനും സമൂഹത്തിനും അയൽവാസികൾക്കും സ്വന്തത്തിനും ബന്ധത്തിനും ചാർച്ചക്കാരും നിയമത്തിനും മുമ്പിൽ കുറ്റവാളിയായി ജീവിച്ച റൗഡി ലിസ്റ്റിൽ പേര് വരുവാനും അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഭരണസിരാ കേന്ദ്രങ്ങൾ കയറിയിരുന്ന അനവധി പെണ്ണുഭാണിപങ്ങൾ നടത്തുവാനല്ല ദൈവം നമ്മെ വിളിച്ച്. ഭരണസിരാ കേന്ദ്രങ്ങളിൽ വന്നിരുന്നിട്ട് നാടിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്താൽ ജനപ്രതി എന്നുള്ള നിലയിൽ നാട്ടിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനവധി അവിഹിത ബന്ധങ്ങൾ പെരുകിക്കൊണ്ട് അതിനുമല്ല ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചത് അവന്റെ സുവിശേഷം അറിയിക്കാനാ. ഈ ലോകത്തിന്റെ മായയായ കാഴ്ചകൾ, ഈ ലോകത്തിന്റെ മായയായ കൂത്തുകാഴ്ചകൾ വീണ് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് ഇവിടുത്തെ ലൗകിക സുഖങ്ങൾക്ക് അടിമപ്പെട്ടു പോകുവാനല്ല ക്രൈസ്തവ സമൂഹത്തെ ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. അവരുടെ ദൗത്യം സുവിശേഷം പറയുക. അവർക്ക് ദൈവം ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട് പുതിയ നിയമസഭയ്ക്ക്. എന്താണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിലെ 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരുന്നാകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളി. ഞാനോ ലോകാവസാനത്തോട് എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഓർമ്മിക്കട്ടെ. സുവിശേഷം 16-ാം അധ്യായത്തിൽ വരെ 15 നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാവുന്ന ശിക്ഷാവിധിയിലകപ്പെടും. ഇതൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തന്ന നിയോഗമാണ്, ദൗത്യമാണ്, കൽപ്പനയാണ്. ഈ സുവിശേഷമാണ് ക്രൈസ്തവ സമൂഹം ലോകമുമ്പാണ് പ്രചരിപ്പിക്കുന്നത്. ഇതാരും തകർക്കുന്നതല്ല, ആരെയും നശിപ്പിക്കുന്നതല്ല, ആരുടെ ഇടയിൽ ഇത് പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല. ഇതിനകത്ത് വർഗീയതയില്ല. സുവിശേഷത്തിനകത്ത് വർഗീയതയില്ലെന്നേ. വർഗീയതയില്ലാത്ത, വർഗീയ മനോഭാവമില്ലാത്ത, വർഗീയതയുടെ അനുഭവങ്ങളില്ലാത്ത, രക്തച്ചൊരിച്ചിലൂടെ മതങ്ങളെ വളർത്തുക എന്നുള്ള രക്തച്ചൊരിച്ചിലൂടെ മതങ്ങൾ വളർത്തിയെടുക്കുന്ന പ്രവൃത്തി അല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഇതിനകത്ത് വർഗീയതയില്ലാത്ത പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇത് സ്നേഹത്തിന്റെ പുസ്തകമാണ്, ഇത് സമാധാനത്തിന്റെ പുസ്തകമാണ്, ഇത് സന്തോഷത്തിന്റെ പുസ്തകമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ സാരമാനങ്ങളിലല്ല ഞങ്ങളുടെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായി. അവന്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവനോടൊപ്പം എടുക്കപ്പെടുവാനുള്ള ആ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരീ, പീഡകൾ വർദ്ധിക്കുമ്പോൾ, ഉപദ്രവങ്ങൾ വർദ്ധിക്കുമ്പോൾ, നിന്ദകൾ കടന്നു വരുമ്പോൾ, നീ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, നിന്നെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, നീ ഭാരപ്പെട്ടു പോകണ്ട. പറയുന്നത് നിങ്ങളല്ല. നിങ്ങൾ ഭാരപ്പെട്ട് മനം കലങ്ങി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ്, ദൈവം, പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരും. അവൻ വന്ന സത്യത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തരുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ആത്മീയതയുടെ അനുഭവത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ ദൈവം ഈ ഭൂമി നിർത്തിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് പറയുക, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഇത് രാഷ്ട്രീയക്കാരുടെ വാക്കുകളല്ല കേട്ടോ, മത നേതാക്കന്മാരുടെ വാക്കുകളല്ല, ഇവിടുത്തെ ഒരു സംഘടനകളുടെയും വാക്കല്ല. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം പറഞ്ഞതാ. ഈ അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ പരമയാഗമായി മാറിയവൻ, അവസാനത്തുള്ളി രക്തം വരെ തന്നവൻ. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം വരുത്തി ഹല്ലേലൂയ മനുഷ്യനെ ശുദ്ധീകരിച്ച് എടുത്ത കർത്താവ്. ഹല്ലേലൂയ. അവൻ ഈ ലോകം കൊന്നു. യേശുവിനെ ഈ ലോകം കൊന്നു. യേശുവിനെ ആരാ കൊന്നു? ഈ ലോകം കൊന്നു. ചെന്നായിക്കൾ ഹല്ലേലൂയ കൊന്നു. അവനെ കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ ശ്രമിച്ചു. കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്
മത്തലക്കാര്യത്തിൽ മറിയിക്കും എമോസിലേക്ക് പോയി ശിഷ്യന്മാർക്കും 11 പേർക്കും 500-ലധികം പേർക്കും പ്രത്യക്ഷമായ ശേഷം 40 നാളുകൾ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40 നാൾ സ്വർഗത്തിലേക്ക് കരയേറി പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആരോപണം ചെയ്ത കർത്താവ് അവൻ പോയതുപോലെ നിങ്ങളെ ചേർക്കാൻ മടങ്ങി വരും. അതെ, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുന്നത് കാണുവാൻ ഹല്ലേലൂയ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാരൊക്കെ മണ്ണിൽ ഉറങ്ങുന്നവരൊക്കെ ഉയർത്തിയേക്കും, പിന്നെ ജീവനോടിരിക്കും രൂപാന്തരപ്പെടും. ഇതൊക്കെ വേദപുസ്തക വാക്യത്തിന്റെ അടിസ്ഥാന വചനങ്ങൾ. ഞങ്ങളുടെ പ്രത്യാശ ഇതാ. ഞങ്ങൾക്ക് കേരളത്തിന്റെ ആവിലെയും മന്ത്രിക്കസേര ഇരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മന്ത്രിക്കസേരകളിൽ ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു MP ആകാനും ഒരു MLA ആകാനും ഇവിടുന്ന് പഞ്ചായത്തിന് മെമ്പറാകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിശ്വാസി ആഗ്രഹിക്കുന്നില്ല. വിശ്വാസി ഒറ്റ ആഗ്രഹം കർത്താവിന്റെ മകനായി ജീവിക്കുക എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വരലിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവനൊരു ദൈവ പൈതലായിരിക്കണം, ഒരു ദൈവ മകളായിരിക്കണം എന്നുള്ളതാണ്. അല്ലേ? കർത്താവുമായിട്ട് വലിയൊരു ബന്ധം. പ്രവേശനോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഏതെല്ലാം പ്രതിസന്ധിയോട് നീ കടന്നു പോണ്ടി വന്നാലും അവിടെ നീ ഭയപ്പെട്ടു പോകരുത്. നിനക്ക് പറയുവാനുള്ള നാഴികയിൽ തന്നെ പിതാവ് നിനക്ക് അവനെ തരും. അല്ലേ? അപ്പൊ ഓരോ ദിവസവും നാം അനേക കാര്യങ്ങളെ കണ്ടും കേട്ടും വളരുന്നവരാണ്. ഓരോ ദിവസവും നാം നിരവധി കാര്യങ്ങളെ കണ്ടും കേട്ടും വളരുന്നവരാണ്. നിരവധി കാര്യങ്ങളെ നാം ഓരോ ദിവസവും സംസാരിക്കുന്നവരാണ്. അല്ലെ? എന്തെല്ലാം കാര്യങ്ങൾ നാം സംസാരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരു ദിവസം നീ എന്തെല്ലാം കാര്യം സംസാരിക്കുന്നുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഓരോ ദിവസവും മനുഷ്യൻ നിരവധി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ശരാശരി ഒരു ദിവസം 29,000 വാക്കുകൾ സംസാരിക്കുന്നു. ശരാശരി ഒരു പുരുഷൻ 29,000 വാക്കുകൾ ഒരു ദിവസം സംസാരിക്കുന്നു എന്നാണ്. നമുക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നും, അല്ലേ? ഞാൻ പുസ്തകത്തിൽ വായിച്ച കേട്ടോ, എനിക്കും വളരെ ആശ്ചര്യമായിട്ട് തോന്നി. 29,000 വാക്ക് ഞാൻ ഒരു ദിവസം സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എന്നോട് തന്നെ ശോധന ചെയ്യാൻ തുടങ്ങി. കണ്ടോ? ഹല്ലേലൂയ. മാത്രമല്ല 29,000 വാക്കുകൾ ശരാശരി പുരുഷൻ സംസാരിക്കുന്നു. അപ്പോൾ ഒരു പെണ്ണ് ഹല്ലേലൂയ 35,000 വാക്കുകൾ സംസാരിക്കുന്നു. പുരുഷന്മാരെക്കാൾ 6,000 വാക്കുകൾ കൂടുതൽ സ്ത്രീകൾ സംസാരിക്കുന്നു. അത് ശരിയല്ലേ? അത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സംസാരിക്കുന്ന സ്ത്രീകളാണ്. ഹല്ലേലൂയ. എന്ത് സംസാരിച്ചാലും നമുക്ക് വിഷയമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന 29,000 വാക്കുകൾ സംസാരിക്കുന്ന പുരുഷന്മാരോട് പറയട്ടെ, യുവാക്കളോട് പറയട്ടെ, അതിലൊരു വാക്കെങ്കിലും നീ യേശുവിനെ കുറിച്ച് സംസാരിച്ചോ? 35,000 വാക്കുകൾ സംസാരിക്കുന്ന സ്ത്രീജനത്തോട് ഞാൻ ചോദിക്കട്ടെ, യുവാക്കന്മാരോട് ചോദിക്കട്ടെ, അതിൽ നീ യേശുവിനെ കുറിച്ച് സംസാരിച്ചോ? അല്ലേ? നീ ഒരു ദിവസം 35,000 വാക്ക് സംസാരിച്ചില്ലേ സഹോദരി? അല്ലേ? യേശുവിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? സഹോദര, 29,000 വാക്ക് സംസാരിച്ച് യേശുവിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? നീ സംസാരിച്ചില്ല. നീ പറഞ്ഞതെന്താ? ഈ ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളാണ് നീ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നാം അങ്ങനൊരു കണക്കെടുത്തിട്ടുണ്ട് കേട്ടോ. ആ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അതിൽ പല വാക്കുകളും വ്യർത്ഥമായ വാക്കുകളാണ്, വൃഥമായ വാക്കുകളാണ്. പുരുഷന്മാർ സംസാരിക്കും 29,000 വാക്കുകളിൽ, സ്ത്രീകൾ സംസാരിക്കുന്ന 35,000 വാക്കുകൾക്കകത്ത് പല വാക്കുകളും വ്യർത്ഥമായതും വൃഥമായ വാക്കുകളുമാണ്. മറ്റുള്ളവരെ അന്യനെ ദുഷിക്കുന്ന വാക്കുകളാണ്, സ്വയം നീതീകരിക്കുന്ന വാക്കുകളാണ്, സ്വയം പ്രശംസയുടെ വാക്കുകളാണ്, അഹങ്കാരത്തിന്റെ ഹുങ്കാരത്തിന്റെ പ്രതാപത്തിന്റെ വാക്കുകളാണ് നാം സംസാരിക്കുന്നത്. അല്ലെ? മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക, മറ്റുള്ളവർക്ക് രേഷണി പറയുക, മറ്റുള്ള നുണപ്രചനം നടത്തുക, അങ്ങനെയുള്ള വാക്കുകളായി സംസാരിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സ്വതമല്ലിയ സദൃശവാക്യമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സദൃശവാക്യം 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം കാണുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, വാക്കുപരിക ലംഘനം ഇല്ലാതിരിക്കില്ല, അത്തരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. വാക്കുപെരുകിയാൽ ലംഘനം ഉണ്ടാകുമെന്ന്. 35,000 വാക്കിനകത്ത് സ്ത്രീകൾ സംസാരിച്ച, പുരുഷന്മാർ സംസാരിച്ച, അല്ലെങ്കിൽ 29,000 വാക്കിനകത്ത് എന്തുമാത്രം ലംഘനങ്ങളുണ്ട്. എന്നാൽ അത്തരങ്ങളെ അടക്കി ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരാണ് ഭാഗ്യവാന്മാര് കേട്ടോ. അല്ലെങ്കിൽ
ഞങ്ങൾക്ക് മോശമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് നടക്കുന്ന സമയമില്ല. ഞങ്ങൾക്ക് സംസാരിക്കുന്നത് ഞങ്ങളുടെ രക്ഷകനെ കുറിച്ചാണ്. ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ ലോകത്തിലേക്ക് കടന്നുപോയിട്ട് നീ വിളിച്ചു പറഞ്ഞ ലോക ജനത്തോട് വിളിച്ചു പറയണം, ചെന്നായ്ക്കൾ നടിച്ചെന്ന് നീ വിളിച്ചു പറയണം, മറ്റൊരുത്തൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പറയുന്ന സത്യസുവിശേഷം നീ വിളിച്ചു പറയണം. യേശു ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു പറയും. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനെ ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ഞങ്ങൾ ശ്രമിക്കുക. ലോകത്തിന് കൊള്ളാവുന്നതിനായിട്ടല്ലേ കേട്ടോ, ദൈവത്തിന് കൊള്ളാവുന്ന. 2 ദിവസം 2:15 വായിച്ച വാക്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പൊ മനുഷ്യൻ സംസാരിക്കുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ 99% വ്യർത്ഥ വാക്കുകളും സ്തോത്രം അല്ലയ്യ അനാശാസ്യ അശ്ലീല വാക്കുകളുമാണ്. മനുഷ്യന്റെ വാക്കുകളിൽ പലതും എന്താണ് അതേക്കുറിച്ച് എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ വാക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളിടയിൽ പേർ പറയുക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം ചീത്തത്തരം പൊട്ടച്ചൊല്ലി കളിവാക്കി ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രം അത്ര വേണ്ടത്. ഇന്നത്തെ മനുഷ്യൻ പറയുന്നത് ചീത്തത്തരം പൊട്ടച്ചൊല്ലി കളിവാക്ക് അല്ലേ. ഞാൻ ഈ പണ്ട് തടിപ്പണിയൊക്കെ നടന്ന് ലോഡിങ്ങാനായിട്ട് നടന്നപ്പോൾ ഞാനൊരു മുണ്ടക്കയം മുണ്ടക്കയത്ത് കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. മുണ്ടക്കയം ടൗണിൽ അല്ലേ. എൻ്റെ മാനേജ്മെന്റ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളൊരു പഞ്ചായത്തിൽ അവർ ജോലി ചെയ്യുന്നു കേട്ടോ. ഒരു പഞ്ചായത്തിൽ കുറെ കൂപ്പെടുത്ത് അവിടെ വെട്ടാൻ ചെന്നു. ആ പഞ്ചായത്ത് ഞങ്ങൾ കൂപ്പ് പണിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പഞ്ചായത്ത് സംസാരം ഒറ്റ മനുഷ്യൻ ജോലിക്കാരെ കേട്ടോ. എല്ലാവരും എല്ലാം അവിടെ പണിയെടുക്കുന്ന പലരും ഒരു സഹോദര അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പേര് പോലും വിളിച്ച് കേൾക്കാറില്ല. വിളിക്കുന്ന മുഴുവൻ ചീത്ത വാക്കുകൾ അല്ലേ. മുഴുവൻ ചീത്ത വാക്കുകളെ വിളിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒരു പഞ്ചായത്ത് പണിയെടുക്കുന്ന വർഷങ്ങൾ അല്ലേ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വായിൽ നിന്നാണ് ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്കുകൾ ഇങ്ങനെ ചേർച്ചയില്ലാത്ത വാക്കുകളാണ് പുരുഷന്മാരുടെ ജീവിതത്തിൽ. 29,000 വാക്കുകൾക്കകത്ത് 99%, സ്ത്രീകളുടെ 35,000 വാക്കുകൾക്കകത്തും ഇതുപോലെ തന്നെ ചീത്തത്തരം പൊട്ടത്തരം അല്ലൊരിയ കളിവാക്ക് ചേർച്ചയില്ലാത്തറിയാം. ന്യായവിധി നിനക്ക് വന്നു കഴിഞ്ഞു. ന്യായവിധി നിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നീ ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ കടന്നു പോകും. അല്ലേലിയ. ഈ കഴിഞ്ഞ ദിവസം അല്ലേലിയ ഒരു കാരണമില്ലാതെ ഒരു കുടുംബം വളരെ അസഭ്യം പറഞ്ഞു. ഞാൻ ചുമ്മിച്ചേട്ടൻ പറയുന്നത് ഉള്ളത് പറഞ്ഞ സത്യം വിളിച്ചു പറയും. അത് ഏത് ഇന്ദ്രന്റെ മുമ്പിൽ സത്യം വിളിച്ചു പറയും. തല പോകുമെന്ന് പറഞ്ഞാലും ഇപ്പം നീ കൊല്ലു പറഞ്ഞ സത്യം വിളിച്ച് പറയുന്നതിനകത്ത് ഒരിക്കൽ പോലും ഞാൻ പുറകോട്ട് മാറത്തില്ല. അല്ലേലിയ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ വചനം വിളിച്ചു പറയുന്നതിനകത്ത് ലജ്ജ കൂടാതെ വിളിച്ചു പറയും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നിന്ദിക്കപ്പെടും, അപവാദം കേൾക്കും. പക്ഷെ എനിക്ക് ഞാൻ അന്നേരം മനസ്സിലാക്കി ഇവര് ചീത്തത്തരം പൊട്ടത്തിലും കളിവാക്കും വിളിച്ചു പറഞ്ഞ് ചേർച്ചയില്ലാത്ത പറഞ്ഞ് ദൈവം തെരഞ്ഞെടുത്ത് സുവിശേഷ വേലയുടെ മുമ്പിൽ നിർത്തിക്ക് ഞാൻ അടക്കമുള്ള 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ദൈവദാസിദാസന്മാരെ ചീത്ത പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളോട് പ്രതികാരമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞ ഞങ്ങൾക്ക് പ്രതികാരമില്ല. കാരണം ഞങ്ങളോട് കർത്താവ് പറഞ്ഞ എന്താ? ശത്രുക്കളെ സ്നേഹിപ്പാനാ. ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്നാണ് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഞങ്ങളോട് പറഞ്ഞത്. മത്തായി 5 നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ശത്രുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നീ ഞങ്ങളെ ഉപദ്രവിക്കുന്നവളാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ മാനസാന്തരപ്പെടാൻ. ഈ ലോകത്ത് നിനക്ക് ജീവിതം ഒന്നും മാത്രമേ ഉള്ളൂ. നിനക്കെന്നല്ല, എല്ലാ മനുഷ്യനും ജീവിതം ഒന്നും മാത്രമേ. രണ്ടാമതൊരു ജീവിതം ഇവിടെ ഇല്ല. ഒരു പുനർജന്മം എന്ന് പറഞ്ഞ് പുനർജന്മം പ്രാപിച്ചും അടുത്ത ജന്മത്തിൽ മറ്റൊരാളുടെ ഈ ഭൂമി നീ വാഴത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ കച്ചകെട്ടി ഇറങ്ങി ചില വ്യാമോഹങ്ങളുമായി നടക്കുന്ന ചില കുതന്ത്രങ്ങൾ മെനയുന്നവരൊക്കെ ഭൂമിയിലുണ്ട്. അടുത്ത ജന്മത്തിൽ അല്ലറിയ ഏറ്റവും വലിയ ഉന്നതാധികാര സ്ഥാനത്ത് ഏറ്റവും വലിയ ഉയർന്ന ജാതിയായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്.
അങ്ങനെ ഒരു പുനർജന്മം ഇവിടെ ഇല്ല ഈ ഭൂമിയിൽ. മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുകയാണ്. അവന്റെ ജഡം മണ്ണിലേക്ക് അഴുകിച്ചേരുന്നു. അവന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ആത്മാവ് നിത്യതയിലേക്കും വീണ്ടെടുക്കപ്പെടാത്ത ഈ ഭൂമിയിൽ പുനർജന്മം ആഗ്രഹിച്ച് മറ്റൊരു ജീവിതം ആഗ്രഹിച്ച് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കഞ്ച് പൊട്ടച്ചൊല്ലും ജീവിതത്തിലും കളിവാക്കും പറഞ്ഞ് ജീവിക്കുന്നവരുടെ അവസാനം നിത്യ നരകവുമായിരിക്കും. വിശുദ്ധന്മാർക്ക് നിത്യതയിൽ ചെല്ലാം, രാജ്യത്തിൽ ചെല്ലാം, ദൈവരാജ്യത്തിൽ ചെല്ലാം. അല്ലാത്തവർക്ക് എവിടെ ചെല്ലാം? നിത്യ നരകത്തിൽ ചെല്ലാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്ന നാം പല സമയങ്ങളായി അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ വിളിച്ചു പറയരുത്. സുവിശേഷത്തിന്റെ സത്യത്തിനനുസരിച്ച് സുവിശേഷം എന്താ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിന്റെ മറിമായങ്ങൾക്കകത്ത് വീണ് നിന്റെ ജീവിതത്തിൽ നീ തകർത്ത് കളയാതെ നിനക്ക് നേരായ രീതിയിൽ സംസാരിക്കാനുള്ള പരിജ്ഞാനം ദൈവം തന്നിട്ടുള്ള പരിജ്ഞാനത്തിന്റെ വാക്കുകൾ നീ ഉച്ചരിക്കണം. അല്ലേരി. അതുകൊണ്ട് വചനം പല സമയങ്ങളിൽ അയ്യോ ഞാൻ തെറ്റായി സംസാരിച്ചുവല്ലോ എന്ന് വ്യസനിക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പല സമയത്തും അയ്യോ ഞാൻ ആവശ്യമില്ലാത്ത പറഞ്ഞ തെറ്റായ വാക്കുകൾ സംസാരിച്ചല്ലോ, അങ്ങനെ പറഞ്ഞു പോയല്ലോ, അങ്ങനെ പറയരുതായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന പലരെയും മനസാക്ഷിക്കുത്തുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നീ സംസാരിച്ച തെറ്റെന്നതിനെ ഉണർത്തുമ്പോൾ ഇതിനാൽ പാപത്തിന്റെ ചുമട് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. നീ സംസാരിച്ചത് തെറ്റെന്ന് പറയുമ്പോൾ, നീ സംസാരിച്ച വാക്കുകൾ തെറ്റാകുമ്പോൾ, ചിത്തത്തിലും പൊട്ടച്ചൊല്ലും കളിവാക്കും പറഞ്ഞ് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കും, വേദനിപ്പിക്കുമ്പോൾ, യേശുവിനെ നുണ പറഞ്ഞ് മറ്റുള്ളവനെ കുറ്റം പഴിയാരുമ്പോൾ നിന്റെ പാപത്തോട് നീ പാപം കൂട്ടുക. അല്ലേലിയ. സഹോദര സഹോദരി, നീ പാപത്തോട് പാപം കൂട്ടുന്ന ജീവിതമാകരുത്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീ മാനസാന്തരപ്പെടും. ചിലരൊക്കെ പറയും നുണ പറയുക, ഏഷണി പറയുക, കളവ് പറയുക, ചതിവ് ചെയ്യുക, വഞ്ചന ചെയ്യുക, വായ്ത്തി കബളിപ്പിക്കുക, ഇതൊക്കെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്തൊക്കെ നല്ലതാണെന്നാ ചിലരൊക്കെ ചിന്തിക്കുന്നത്. ഇല്ല, നീ ന്യായവിധിയുടെ കഠിനത കൂട്ടിക്കൊണ്ടിരിക്കുക. പാപത്തോട് പാപം പേർന്ന ചുമട് നീ ചുമക്കുക വീണ്ടും വീണ്ടും. അല്ലേലിയ. ഒരു മടങ്ങി വരണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ദൈവരാജ്യത്തിലെത്താം. അല്ലെങ്കിൽ നീ നരകത്തിൽ പോകും. നരകത്തിനകത്ത് അല്ലെങ്കിൽ സുഖസന്തോഷ സുഖലോലുപ ജീവിതമില്ല. നരകത്തിനകത്ത് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളില്ല. ആഡംബര ഹോട്ടലുകളില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊന്നും നരകത്തിലില്ല. അല്ലേലിയ. നഗരത്തിൽ 3 സ്റ്റാറും 4 സ്റ്റാറും 5 സ്റ്റാറും പഞ്ചനക്ഷത്ര ഹോട്ടലൊക്കെ നഗരത്തിലുണ്ട്. നരകത്തിലതില്ല. നരകത്തിലെ ഹോട്ടലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കെടാത്ത തീയും ചകാത്ത പുഴുവും അതിനകത്ത് സകല ദുഷ്ടന്മാരുമാണ്. അങ്ങോട്ടാണ് നീ ചീത്തത്തരം പൊട്ടച്ചൊല്ലു കളിവാക്കൊക്കെ പറഞ്ഞ് ചേർച്ചയില്ലാത്തതൊക്കെ പറഞ്ഞ് പാപത്തോട് പാപം കൂട്ടി പാപത്തിന്റെ പാട്ടും കെട്ടും ചുമന്ന് നടക്കുന്ന ശ്രോതാവേ, നീ മടങ്ങി വന്ന് പാപത്തിന്റെ ചുമട് നീ താഴ്ത്തിവെക്ക്. പാപത്തിന്റെ ചുമട് താഴ്ത്തിവെച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. മനസാന്തരപ്പെട്ട് മടങ്ങി. ഇതുകൊണ്ടാണ് ദൈവമക്കളുടെ കർത്താവ് പറഞ്ഞത്, അവർ നിങ്ങളെ പിടിച്ചു കെട്ടും, അവർ നിങ്ങളെ ന്യായാധിപസംഘങ്ങളിൽ കൊണ്ടുപോകും, രാജാക്കന്മാരുടെ നാടുവാഴികളുടെ മുമ്പിൽ നിങ്ങളെ നിർത്തും. ഹല്ലേലൂയ. നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും, ജയിലടയ്ക്കും, സുവിശേഷ മുഖാന്തരം നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടും. ചെന്നായ്ക്കൾ നടുവിലാണ് നിങ്ങൾ അയക്കുന്നത്. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി നിൽക്കണം. നിങ്ങൾ എവിടെ പോയി നിന്നാൽ നിങ്ങൾ പറയുവാനുള്ളത് നിങ്ങൾ പറയുവാനുള്ള നാഴിയിൽ തന്നെ ദൈവം നിങ്ങൾക്ക് തരുമെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് പീഡകൾ കടന്നു വന്നാലും മൗനമായി നിൽക്കുന്നത്. ഞങ്ങളോട് കർത്താവ് മിണ്ടാതിരുന്ന ദൈവമെന്നറിഞ്ഞുകൊള്ളുന്ന കർത്താവിനോട് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് ഈ മറുപടി തിരിച്ചു പറയാൻ അറിയാൻ വേനായിട്ടൊന്നും അല്ലെന്നേ. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഞങ്ങൾ ലോകത്ത് ജീവിച്ചല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ലോഡ് ചെയ്യാനായിട്ട് ജീവിച്ചതുകൊണ്ട് ലോകഭാഷകൾ ഒരുപാട് സംസാരിച്ചു വന്ന ആളാണ്. നിങ്ങൾക്കറിയാം, തടിപ്പണികാരൻ, ലോഡിങ്ങുകാരനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ? അല്ലേറിയ. ലോഡിങ്ങുകാരനൊക്കെ എപ്പോഴും ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനൊക്കെ ജനിച്ചു വളർന്ന 10-25 വർഷം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ മറുപടി പറയാൻ അറിയാം. പിന്നെ പറയാത്തത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ദുഷ്ടൻ എൻ്റെ മുമ്പിരിക്കും, ഞാൻ എൻ്റെ നാവുൾ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ദാവീദ് 39 സംഗീതം പറഞ്ഞ പോലെ ചെന്നായ്ക്കളുടെ നടുവിൽ ഞങ്ങളെ കർത്താവ് അയച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ നാവിന് കടിഞ്ഞാണിട്ട് ഞങ്ങൾ സൂക്ഷിച്ചേക്കുക. നിങ്ങൾ പറയുന്നതനുസരിച്ച് പറയാതിരിക്കാൻ വേണ്ടി. ഞങ്ങൾക്കും പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരമൊക്കെ പറയാൻ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ പറയാത്തതാണ്. ഞങ്ങൾ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ നിൽക്കുക. ഞങ്ങൾ പറയുന്ന കർത്താവിന് പ്രസാദമായുള്ളതാണ്. പ്രേക്ഷകോ, അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷമൊക്കെ വിളിച്ച് പറയുന്നത്.
ഞാൻ വിളിച്ചു പറഞ്ഞ സുവിശേഷമാണ് കേട്ടോ. ഹല്ലേലൂയ. ദൈവം വചനം വിളിച്ചു പറയുന്നത്. ഈ വചനം ജീവന, ആത്മാവും ജീവനമാണ്. ഇത് ചൈതന്യം തരുന്നതാ. ഈ വചനം നിന്റെ ഉള്ളിൽ വന്നാൽ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവാക്കന്മാരോട് പറയട്ടെ, അധികാരികളോട് പറയട്ടെ, ഭരണാധിപന്മാരോട് പറയട്ടെ, ന്യായാധിപന്മാരോട് പറയട്ടെ, രാജ്യ രാഷ്ട്ര തലവന്മാരോട് പറയട്ടെ, സകല ജാതി മതങ്ങളോടും ജാതി മതസ്ഥരോടും പറയട്ടെ, ഞങ്ങൾ വിളിച്ചു പറയുന്ന ആത്മാവും ജീവനുമാകുന്ന വചനം അത് ജീവനും ചൈതന്യവും നൽകുന്നതാണ്. നിന്റെ പാപത്തിന്റെ കെട്ടുകൾ ഇറക്കി വെച്ച് നീ ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് മാനസാന്തരം യേശുവേ, എന്റെ പാപങ്ങളെ ക്ഷമിച്ച്, എന്റെ അകൃത്യങ്ങൾ ക്ഷമിച്ച് അവിടുത്തെ ഒരു മകനായി ജീവിപ്പാൻ, അവിടുത്തെ ഒരു മകളായി ജീവിപ്പാൻ എന്നെ ഒരുക്കണമേ. എന്റെ ശാപത്തിന്റെ കെട്ടുകൾ മാറണം, എന്റെ പാപത്തിന്റെ കെട്ടുകൾ മാറണം. ഞാൻ ഒരു ഭ്രാന്തനെ പോലെ, ഭ്രാന്തിയെ പോലെ സുബോധമില്ലാതെ അലഞ്ഞ് നടക്കുന്നവരാണ്. അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്ന അനുഭവത്തിന്, എന്റെ മദ്യത്തിന്റെ മയക്കുവിൻ ലഹരിയുടെ കെട്ടിൽ നിന്ന് വിടുവിച്ച് ഈ ലോകത്തിന്റെ അമീതമായ അശ്ലീലമായ അങ്ങ് വെറുക്കുന്ന പാപ സ്വഭാവങ്ങളാൽ നടങ്ങിയിരിക്കുന്ന എന്റെ ജീവിതത്തെ പുതുക്കിയെടുക്കണമേ. എനിക്കൊരു പുതുക്കമുള്ള ജീവിതം നൽകണമേ എന്ന് നീ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ സകല കഷ്ടതകളും മാറും കേട്ടോ. രക്തം ചെയ്യും. ഞാൻ അനുഭവസ്ഥനാണ്. നിങ്ങൾ എന്റെ നാട്ടിലേക്ക് ചോദിച്ചു നോക്കുക, അമ്മേ പാപ്പച്ചനെ കുറിച്ച്, കുളക്കുറ്റി പാപ്പച്ചനെ കുറിച്ച് ചോദിച്ചാൽ മതി, അവരെല്ലാ കാര്യങ്ങളും പറയും. നിങ്ങളൊന്നും കിന്നിച്ചൊന്നും ചോദിക്കണ്ട, ഞാൻ എന്റെ സ്വഭാവം വരെ പറയും. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിനെ അറിഞ്ഞപ്പോൾ, അവന്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ, യേശുവിന്റെ സന്തോഷം അനുഭവിച്ചു, യേശുവിന്റെ രക്ഷ അറിഞ്ഞപ്പോൾ, യേശു വീണ്ടെടുപ്പ് അറിഞ്ഞപ്പോൾ, ആ പ്രത്യാശയെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ, ഞാൻ എന്റെ പാപത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഇറക്കി വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? രാവിലെ വഴിയോരത്ത് കിടക്കുന്ന സുബോധമില്ലാത്ത ഭ്രാന്തന്മാരെ പോൽ അനവധി ആളുകൾ വലിയ ചാക്കുകെട്ടും ചുമന്നുകൊണ്ട്, പാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് അവർ നടക്കുന്ന കണ്ടിട്ടില്ലേ? ലേരിയ അവർ രാവിലെ കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് പാണ്ടക്കെട്ടുമെടുത്ത് തോളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പെടലി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തലി വെച്ചുകൊണ്ട് ദൂരം നടക്കും. ഞാൻ ഒരിക്കൽ വായിച്ചത് 35 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്ന അവൻ തിരിച്ച് വീണ്ടും ആ സ്ഥലത്ത് തന്നെ മടങ്ങിയെത്തും. ചിലര് അങ്ങനെ പാപത്തിന്റെ പാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് കഴിഞ്ഞ് എന്റെ 25 വർഷം ഞാൻ ഈ ലോകത്തിലൂടെ നടന്നൊരു വ്യക്തിയാ. 25 വർഷം പാപത്തിന്റെ ആ പാണ്ടക്കെട്ടും ചുമന്ന് നടന്നു. സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണതയിലെ അറിവിടെ അക്രമങ്ങളുടെ കൊടിയ ക്രിമിനൽ പശ്ചാത്തലത്തിലൂടെ കടന്നുപോയി. നിയമത്തിന് മുമ്പിൽ, ദേശത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, ഗുരുക്കന്മാരുടെ മുമ്പിലൊക്കെ ഒരു കുറ്റവാളിയായി ജീവിച്ചു. അന്ന് പാപത്തിന്റെ പാണ്ടക്കെട്ടായിരുന്നു എന്റെ മേലുണ്ടായിരുന്നത്. പക്ഷെ ഞാനിത് ഇറക്കി വെച്ചപ്പോഴാണ് ഞാൻ സ്വതന്ത്രനായി മാറിയത്. അന്നോട്ട് ഞാൻ സുവിശേഷം വിളിച്ചു പറയുക, 2000 ഞാൻ യേശുവിനെ രക്ഷിതാപിതാമായി, 2000 ഒക്ടോബർ 14 എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇനി നീ ലോകത്തിന്റെ പാണ്ടക്കെട്ട്, പാപത്തിന്റെ പാണ്ടക്കെട്ട് നീ ചുമക്കണ്ട. ഇനി നീ ചുമക്കുന്നത് സുവിശേഷമാണ്. ഇനി നീ ചുമക്കുന്ന സുവിശേഷമാണെന്ന് പറഞ്ഞ് എന്റെ കർത്താവിന്റെ കരങ്ങളിൽ വിശുദ്ധ ബൈബിളെ ഏൽപ്പിച്ച് അന്ന് തൊട്ട് ഞാൻ സുവിശേഷം ചുമന്നുകൊണ്ട് വിശുദ്ധ ബൈബിൾ ചുമക്കുക. ഇതൊരു അഭിമാനമാണ് കേട്ടോ. ബൈബിൾ ചുമക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ബൈബിൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു അഭിമാനമാണ്, ഒരന്തസ്സ. ഹല്ലേലൂയ. ഇതെടുത്തതാണ് അനുഗ്രഹമായി മാറിയത്. ചിലരൊക്കെ ബൈബിൾ കാണുമ്പോൾ നിന്ദിക്കുന്നു, അപമാനിക്കുന്നു. അല്ലെങ്കിൽ ബൈബിളിനെ പിച്ച് ചെയ്യുന്നു, തീയിലിട്ട് ചുട്ടുകരിക്കുന്നു, വെള്ളത്തെ ഒഴുക്കി വിടുന്നു, ചെടിക്കകത്തുനിന്ന് മുനിസിപ്പൽ ചവിട്ടുപൊട്ടയിൽ എറിഞ്ഞു കളയുന്നു ഈ വിശുദ്ധ സത്യ വേദപുസ്തകത്തെ. എന്നാൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ വലിച്ചു കയറിക്കളഞ്ഞ ഓരോ ബൈബിൾ പേപ്പറുകൾക്കും നിന്നോട് ന്യായം ചോദിക്കുന്ന ദൈവമുണ്ട്. നീ തീയിലിട്ട് കത്തിച്ച ബൈബിൾ ഉണ്ടല്ലോ, അതിനെ ചവിട്ടുപൊട്ടിയിൽ എറിഞ്ഞ സംഭവം ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഛത്തീസ്ഗഡിൽ ഒരു കൂട്ടം ആളുകൾ ബൈബിൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത് കണ്ടില്ലേ? നീ ചെയ്തതിന് തക്ക പ്രതിഫലം ദൈവം നിനക്ക് തരും കേട്ടോ. നീ ബൈബിൾ കത്തിച്ചോ, ദൈവാലയം ദൈവമക്കൾ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ ആലയം നീ നശിപ്പിച്ചു കളഞ്ഞോ, ദൈവമക്കളെ നീ ഉപദ്രവിച്ച് പീഡിപ്പിച്ചത്, നീ പാപത്തോട് പാപം കൂട്ടി പാപത്തിന്റെ പാണ്ടക്കെട്ടുമായി നീ സുബോധമില്ലാത്തവനായി നടക്കുന്ന നാളുകൾ നിന്റെ മുമ്പിൽ വിദൂരമല്ല. അതെ, ന്യായവിധി നിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. പ്രൈസലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിൽ എന്റെ വീടിന് ചുറ്റും 4 പെന്തക്കോസ്ത് പള്ളിയായിരുന്നു പണ്ടേ. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്നൊക്കെ പെന്തക്കോസ്ത് പള്ളിക്കകത്ത് ഭയങ്കര പാട്ടും പ്രാർത്ഥന നടക്കും. ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ 10 അടി അകലമേ ഉള്ളൂ. ഇന്നും 10 അടി അകലത്തെ ഞങ്ങളുടെ വീടിനോട് പെന്തക്കോസ്ത് പള്ളി. അവർ രാവിലെ വന്ന് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു ടേപ്പ് റെക്കോർഡുണ്ട്. ഞാനൊരു സൗണ്ട് ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്, അത് ഉച്ചത്തിൽ വെക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥനയെ അലസ്വരപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവസാനം അവരുടെ പ്രാർത്ഥനയെ അലസ്വരപ്പെടുത്താൻ വേണ്ടി, അവരുടെ പ്രാർത്ഥന ഇല്ലായ്മ ചെയ്യുവാൻ, പാപത്തോട് പാപം കൂട്ടി പാപത്തിന്റെ പാട്ടും കെട്ടും ചുമന്ന് പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിന്ന് എന്നെ ദൈവം വിളിച്ചെന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്ക് അനുകൂലമാക്കി മാറ്റി. ഇത് ചുമക്കാൻ എന്നെ ഏൽപ്പിച്ചു കർത്താവ്.
കർത്താവ് അത്ഭുതം ചെയ്യുന്നവനെ കേട്ടോ. ഞാനതുകൊണ്ട് ഈ സുവിശേഷ സത്യത്തോടെ സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ചെന്നായ്ക്കളുടെ കുഞ്ഞാടിനെ പോലെ ദൈവം നാം ആടുകളെ പോലെ നമ്മെ അയക്കുമ്പോൾ ഹല്ലേലൂയ നാം ഭയന്നു പോകരുത്. ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് പ്രതികൂലമാണ്. അതുകൊണ്ട് നാം ഏത് സാഹചര്യത്തെയും തരണം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകിയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പാമ്പിനെ പോലെ കളക്കമില്ലാത്തവരും ആയിരിപ്പിൻ, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ചെന്നായ്ക്കളുടെ ഇടയിൽ ആടിനെ പോലെ അയക്കുന്നു, എന്നിട്ട് കർത്താവ് മനുഷ്യരെ സൂക്ഷിച്ചു. അപ്പൊ ഈ ചെന്നായ്ക്കളാരാ? മനുഷ്യരാ. ഹല്ലേലൂയ. നിങ്ങൾ മത്തായി സുവിശേഷം 10-17 വാക്യം വായിക്കുക. ഈ ചെന്നായ്ക്കൾ മനുഷ്യരാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ലോകത്തിൽ കണ്ടില്ലേ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ മക്കൾ ആടുകൾ, ദൈവത്തിന്റെ സഭ ആടുകൾ എന്ന് ദൈവം വേദവസ്തു വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയായിരിക്കുന്ന, ദൈവത്തിന്റെ ആടുകളായിരിക്കുന്ന സഭയെ, ദൈവത്തിന്റെ ആടുകളെ പിച്ചിച്ചിരുന്ന, കടിച്ചു കീറുന്ന, ചോര കുടിക്കുന്ന, രക്തദാഹികളായിരിക്കുന്ന അനവധി മനുഷ്യർ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. പ്രേസരോ, സുവിശേഷം സത്യമാകട്ടോ, സുവിശേഷം യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഇവിടെ നമ്മൾ പാപത്തോട് പാപം കൂട്ടിയ ചുമട് ചുമക്കരുത്, അതിന് ഇറക്കം ആത്മാവ് സംസാരിക്കണം. എപ്പോഴും നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ട രീതി മാറും. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്നാൽ സംസാരിക്കേണ്ട രീതി മാറും. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരുമ്പോൾ സ്തെഫാനോസിനെ കുറിച്ച് നമുക്കൊരു ഭാഗം വായിക്കാൻ കഴിയും. സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിന് വിരോധമായി ദൂഷണം ഹല്ലേലൂയ പറയുന്നു, ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. എന്താണ് ഈ ദൈവത്തിന് വചന ചരിത്ര പശ്ചാത്തലം? സ്തെഫാനോസിനെ നാടുവാഴികൾക്ക് മുമ്പിൽ കൊണ്ടുവരിക. സ്തെഫാനോസിനെ ന്യായാധിപന്മാരുടെ മുമ്പിലും സ്തെഫാനോസിനെ ന്യായാധിപന്റെ മുമ്പിലും നിബിത്യരുടെ മുമ്പിലും കൊണ്ടു നിർത്തി സ്തെഫാനോസിനെ കുറ്റം വിധിക്കുക. അവൻ പറഞ്ഞ ദൈവവചനത്തെ കുറിച്ച് കുറ്റം വിധിക്കുക. അപ്പോൾ സ്തെഫാനോസ് പറഞ്ഞ വാക്കുകൾ എന്താണ്? അല്ലെങ്കിൽ അവർ അതിശയിച്ചു, അല്ലെങ്കിൽ അവൻ അതിശയിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തിൽപ്പാൻ അന്ന് ന്യായാധിപന്മാർക്ക് നിവിത്തിയിറക്കാൻ കഴിഞ്ഞില്ല. അത് ദൈവമക്കൾക്ക് സംസാരിക്കുവാനുള്ള വാക്കുകളൊക്കെ സമയാസമയങ്ങളിൽ ദൈവാത്മാവ് തരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നമേ നമുക്കറിയാം, ബെർക്ക്മാൻസ് എന്ന് പറഞ്ഞ പാട്ടുകാരൻ ഒരു പുസ്തകത്തിൽ വായിച്ച ബെർക്ക്മാൻസിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ പണ്ട് കാസറ്റിട്ട് കേൾക്കുമായിരുന്നു കേട്ടോ. അപ്പം ഫാദർ ബെർക്ക്മാൻസ് എന്ന ഒരു പാട്ടുകാരൻ, ഹല്ലേലൂയ, അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം വളരെ പാട്ടുകൾ പാടി, ആത്മാവിൽ രചിച്ച അനവധി പാട്ടുകൾ പാടി, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭൂതങ്ങൾ വരെ അലറി ഓടുവാൻ പണ്ട് പറഞ്ഞിട്ട് ഇന്നും പറയുകയാണ്. അങ്ങനെ ബെർഗ്മാൻസ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഏത് സമയത്തും പരിജ്ഞാനത്തോടു കൂടി സംസാരിച്ച്, പരിജ്ഞാനത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ച് പാപത്തെ ശരിയായ രീതിയിൽ മനുഷ്യൻ പാട്ടിലൂടെ അവതരിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശക്തനായ മനുഷ്യനായിരുന്നു ഫാദർ ബെർഗ്മാൻസ്. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. അല്ലേ, അത് ഞങ്ങൾക്ക് അല്ലേരിയ ദൈവികമായ ജ്ഞാനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ വലിയ വിദ്യാഭ്യാസവും അറിവും പരിജ്ഞാനവും ഒന്നുമില്ല. ഞങ്ങൾക്ക് സാധാരണ മനുഷ്യരാ, കുടിലുകളിൽ ഞെരിച്ചു കൊള്ളത്തപ്പെട്ടവരാ. അപ്പൊ യെശയ്യാവിന്റെ അനുഭവ സാക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ യെശയ്യാവിന്റെ അനുഭവം എന്താണ്? യെശയ്യാവ് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാം എനിക്ക് ദൈവം തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, തളർന്നിരിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ ഹല്ലേലൂയ സ്തോത്രം, അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യെശയ്യാവിന്റെ സാക്ഷ്യമാകട്ടോ. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ഹല്ലേലൂയ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പോലെ ദൈവം തങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് നിസ്സാചനം പരാതി പറയുമ്പോൾ ദൈവം അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയുകയാണ്. അവർ അനുഭവിക്കുന്ന കഷ്ടത അവരുടെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവം കൊണ്ടാണ് അവർ കഷ്ടത അനുഭവിക്കുന്നതെങ്കിലും ദൈവരെ തള്ളിക്കളയാതെ ഹല്ലേലൂയ അവർക്ക് ദൈവം ബലം പകരുന്ന, അവർക്ക് ശക്തി പകർന്നത്
നമുക്ക് ആ വാക്യങ്ങളിൽ കാണാൻ കഴിയും. തുടർന്ന് വായിക്കും കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ആമേ സ്തോത്രം വലിയ തളർന്നിയ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയെ കർത്താവിന് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയ ശുഭവചനത്താൽ നിറയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ യേശു വസിക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ശുഭവചനത്താൽ നിറയും എന്നാണ് നമ്മൾ 45-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 45-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എന്റെ നാവ് സമർത്ഥനമായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. അപ്പൊ നമ്മുടെ ഹൃദയ ശുഭവചനത്താൽ നിറയണം. ഇവിടെ വചനം പറയുകയാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരന്റെ ഹൃദയം താൻ വർണ്ണിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഗുണാനുസരണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അത് ഉറവ് പോലെ ഉറവ് പോലെ വിഴുകി ഇറങ്ങിയാണ് എന്റെ കൃതി എന്നതിന് എന്റെ വാക്കുകളെ നാശയമാണുള്ളത്. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലായിട്ട് ഹല്ലേലൂയ അവിടെ രേഖപ്പെടുത്തുക. അതേ സ്നേഹിത, നിന്റെ വാക്കുകൾ ദൈവകൃപയ്ക്കനുസരിച്ചതായിരിക്കണം. അതുകൊണ്ട് ചെറുനായ്ക്കളിൽ ആടുകളെ പോലെ കർത്താവ് സുവിശേഷമായി നിങ്ങളെ അയക്കുമ്പോൾ ലോകത്തിൽ നിന്ന് രാജാക്കന്മാരുടെയും രാജാതിമാരുടെയും നാടുവാഴികളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോൾ സുവിശേഷ വിരോധികൾ നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് പറയണം എന്ന് നിങ്ങൾ ഓർത്ത് ഭാരപ്പെടാതെ ഹല്ലേലൂയ നിങ്ങൾ കർത്താവിനെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് പകൽ ദൈവത്തിന്റെ പറയുന്നത് കാലം അന്ത്യകാലമാണ്, അന്ത്യകാലഘട്ടമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. പ്രതിസന്ധികൾ രൂക്ഷമായി മാറുമ്പോൾ കാലചക്രം തിരിയുന്നതിനനുസരിച്ച് മനുഷ്യൻ കരിതുള്ളി നിൽക്കുകയാണ്. സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഭൂമി, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഭരണ സംവിധാനങ്ങൾ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ മത സംവിധാനങ്ങൾ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ. അതിന്റെ നടുവിൽ സുവിശേഷത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, വചനത്തിലേക്കുക. നിങ്ങളെ ഓരോ കർഷകരുടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. വായിച്ച വചനത്തിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരട്ടെ. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. ഏത് പ്രതികൂലത്തിനിടയിലും നീ നിന്ദിക്കപ്പെടും, അപമാനിക്കും, പരിഹസിക്കപ്പെടുമ്പോൾ നീ ഏത് കഠിന ശോധന കടന്നുപോയാലും മാനുഷികമായ വാക്കുകൾ ഉച്ചരിക്കരുത്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് സംസാരിക്കാനുള്ള വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ ദൈവം നിനക്ക് തരും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടോടെ കേരളത്തിൽ ഭാരത് ലോകരാജ്യം 800 കോടി ജനജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിയിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ട്രൈബൽ മേഖലയും കർണാടക ഗോത്രഭാഗങ്ങൾ ദ്വീപവാസികളെയും രാജ്യരാഷ്ട്ര തലവന്മാരെല്ലാം ഭരണ സംവിധാനങ്ങൾ, ഭരണാധികാരികളെ, ക്രമസമാധാന പാലകരെ, കർത്താവ് ന്യായാധിപ കൂട്ടങ്ങളെ, അല്ലേ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തനും വൃത്തരും അശന യാചകർ ഓർഫനേജ് ചോട്ടൽ ഇവർ തടവറയിലായിരിക്കും ജനത്തെ ഇവിടുത്തെ കരങ്ങളിലേൽപ്പിക്കുന്നു. മദ്യത്തിനും മയക്കവരും വൻസിലകരിക്കും അടിപ്പെട്ട് തീവ്രവാദ ഭീകര വർഗീയ അകപ്പെട്ട് കിടക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്ന ഒരു കൂട്ടം കർത്താവിൽ മനുഷ്യ സ്നേഹമില്ലാത്ത ചെന്നായ്ക്കളെ കൂടെയുള്ള ഒരു വലിയ കൂട്ടം ജനം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വളർന്നു വരുമ്പോൾ അതിന്റെ നിലവിൽ ദൈവസഭ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവജനത്തെ ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ കണ്ണിലെ കൃഷ്ണവടി പോലെ സൂക്ഷിച്ച് ഓരോ ദിവസങ്ങളും അർത്ഥം വഴി നടത്തുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ മഹത്വം ഉയർക്കാനും വ്യാപരിയും ഉണ്ടാകണമേ. ഇന്ന് പകൽ കർത്താവ് ലോകവും പാടഞ്ഞ ദൈവമക്കൾ, ദൈവദാസങ്ങളുടെ ചുറ്റുള്ള സമശിഷ്ടങ്ങളിൽ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കർത്താവ് വിശ്വാസികൾ, അവിശ്വാസികൾ 2 വീലും 3 വീലും 4 വീലും ഒക്കെ യാത്ര ചെയ്യുന്നു. കരയിലും കടലും ആകാശമാർക്കും വാഹനം യാത്ര ചെയ്യുന്നു. വാഹന നിർമ്മാതാക്കൾ, വാഹനം ഓട്ടിക്കുന്നവർ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥി. വിവിധ ജോലികളിലായിരിക്കുന്നവർ, ദേശത്തും വിദേശത്തും കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടക്കണിലൂടെ കടന്നുപോയ, ശാപത്തിന്റെ പാപത്തിന്റെ മഹാരോഗത്തിന്റെ വ്യാധിയിലൂടെ കടന്നു പോകുന്ന അനവധി നിരവധി ആളുകളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രശസ്തീകരണമായി ലോകത്തെ കർത്താവ് സമാധാനമില്ലാതെ ജനം കഷ്ടപ്പെടുമ്പോൾ നടുവിലെ ജനത്തിന് സമാധാന ആശ്വാസം കൊടുക്കണമേ. എല്ലാ ദൈവമക്കളെ ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.